ഇറ്റലിയിലെ മാർക്കെ റീജിയനിലുള്ള ഓസിമോ എന്ന സ്ഥലത്തുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ്ധ ജോസഫ് കുബർത്തീനോയുടെ ബസിലിക്ക. മിസ്റ്റർ ജോസഫ് കുബർത്തീനോ ഒരു പാവപ്പെട്ട, അധികം വിദ്യാഭ്യാസമില്ലാതെ എളിയ ജീവിതം നയിച്ച ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹം കപ്പൂച്ചിയൻ സഭാംഗമാണ്. കപ്പൂച്ചിയൻ സഭയിലേക്ക് ചേർന്ന് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിച്ച ഒരു വിശുദ്ധൻ. ഈ വിശുദ്ധനെ കുറിച്ച് പറയുമ്പോൾ പറക്കുന്ന വിശുദ്ധൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ജനങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ദീപബലി അർപ്പിക്കുന്ന സമയത്തോ പറന്ന് പൊങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കുർബാന ചെല്ലുമ്പോഴും അൾത്താരയുടെ മുകളിലേക്ക് പറന്നു പൊങ്ങി എന്നാണ് പറയുക. ഇത് കണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഒരു ഐതിഹ്യമുണ്ട്. ഇതിന് തൊട്ടടുത്തുള്ള ലോറേറ്റോ മാതാവിൻ്റെ ഒരു ബസിലിക്കയുണ്ട് 10 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അപ്പോൾ ഈ ഓസിമോ എന്ന സ്ഥലത്ത് നിന്നും ഈ ലൊറേറ്റോയിലേക്ക് വിശുദ്ധൻ പറന്ന് പോയിട്ടുണ്ട് എന്നൊരു ഐതിഹ്യം കൂടെയുണ്ട്. പക്ഷേ ഐതിഹ്യത്തെക്കാൾ അപ്പുറത്തേക്ക് ലൊറേറ്റോയിലും ഓസിമോയിലും ആയിരിക്കുന്ന ഒരു ദൈവിക അനുഭവം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഈ വിശുദ്ധൻ്റെ ഈ ബസിലിക്കയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട് വിശുദ്ധ ജോസഫ് കുബർത്തീനോടുള്ള പ്രാർത്ഥന, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ ബസിലിക്കയുടെ മ്യൂസിയം സന്ദർശിക്കുമ്പോൾ വിശുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ വിശുദ്ധനെ കുറച്ച് നാളുകൾ സഭാംഗങ്ങൾ പുറത്ത് ആരും കാണാതിരിക്കുവാൻ 3 വർഷത്തോളമൊക്കെ പൂട്ടിയിട്ടിരുന്നു എന്നാ പറയുക. താമസിച്ചിരുന്ന സ്ഥലവും കിടക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ പ്രാർത്ഥിച്ചതിൻ്റെ ദൈവാനുഗ്രഹം വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ചതിൻ്റെ ഉപകാരസ്മരണയായി അവരുടെ പഠന ഉപകരണങ്ങളോ അല്ലെങ്കിൽ തീസിസിൻ്റെ കോപ്പിയോ ഒക്കെ അവിടെ സമർപ്പിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും.